ഹലോ ഫ്രണ്ട്സ്, വീക്കെൻഡൊക്കെ ആയില്ലേ, ഒരു പർച്ചേസിങ്ങിന് പോയാലോ? വീട്ടിലേക്ക് ആവശ്യമായ കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങിക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം നെസ്റ്റോ. ഇവിടുന്ന് തന്നെയാണ് നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യാറുള്ളത്. ചെന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. കാർ പാർക്ക് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടി. കുറേ കറങ്ങിയതിന് ശേഷമാണ് പാർക്കിംഗ് കിട്ടിയത്. പ്രത്യേകിച്ച് വലിയ ആവശ്യങ്ങളൊന്നും ഇല്ലെങ്കിലും വെള്ളിയാഴ്ച ആയാൽ ഞങ്ങൾക്ക് നെസ്റ്റോയിൽ പോകണം, അത് മസ്റ്റാണ്. നെസ്റ്റോയിൽ പോകാത്ത വീക്കെൻഡല്ല. അങ്ങനെ ലാസ്റ്റ് നമുക്ക് പാർക്ക് ചെയ്യാൻ കിട്ടി. പിള്ളേരെയൊക്കെ പറക്കിയെടുത്ത് നമ്മൾ പോവുക. സാധാരണ എവിടെയെങ്കിലും പോകുമ്പോൾ സ്ട്രോളറൊക്കെ എടുക്കാറുള്ളതാണ്. ഇവിടെ പോകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഇവർക്ക് പ്രത്യേക വണ്ടിയുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ വന്ന് ആഹിയെ വണ്ടിയിലൊക്കെ ഇരുത്തി സെറ്റാക്കി ആ സമയം കൊണ്ട് കണ്ണ് വെട്ടിച്ച് മിന്നാച്ചിയുടെ പരിപാടി പോയി. എന്നും വരുമ്പോൾ ഇത് തന്നെയാണ് സ്ഥിരം പരിപാടി. വന്ന് കയറുക, അവളുടെ വേറെ എങ്ങോട്ടുമല്ല, എസ്കലേറ്ററിലോട്ട് കയറാൻ. ഞങ്ങൾ പർച്ചേസിങ്ങിനാണ് വരുന്നതെങ്കിൽ മിൻഹ വരുന്നത് ഇതിന് മാത്രമായിട്ടാണ്. അവൾ കറക്കം കറങ്ങി മേളിൽ പോയിട്ട് താഴെ തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പണി ആരംഭിച്ചു. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ മിൻഹാച്ചിക്ക് ഒരു കൂട്ടുകാരി കിട്ടി, ഒരു കുഞ്ഞാവെ കിട്ടി. അവളായിട്ട് കമ്പനിയായിട്ടൊക്കെ നിന്നു. ലാസ്റ്റ് ഭയങ്കര കരച്ചിൽ. എന്തിനാണെന്ന് ചോദിച്ചോ പറയുക, എനിക്ക് ആ കുഞ്ഞാവെ അവർ തന്നില്ലെന്ന്. ഒരു സൈഡിൽ നിന്ന് ചേട്ടന്മാരെന്താ സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ പെരുന്നാൾ അടുപ്പിച്ച് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയതൊക്കെ വീട്ടിൽ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. വലിയതായിട്ട് സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ടി വന്നില്ല. അങ്ങനെ നമ്മുടെ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി വേറൊന്നുമില്ല. എങ്കിൽ പിന്നെ വാ ചേട്ടാ, നമുക്ക് നെക്സ്റ്റ് ഒന്ന് കറങ്ങി വീഡിയോ എടുത്താലോ എന്നും പറഞ്ഞ് ആഹിയെ ബിസ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാനും ചേട്ടനോട് കറങ്ങാൻ പോയി. അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ലിസ്റ്റില്ലാത്ത നമ്മൾ വാങ്ങിക്കാൻ മറന്നതായിട്ടൊരു സാധനം. വേറെ ഒന്നുമല്ല, സോപ്പ്, കുളിക്കുന്ന സോപ്പ്. അങ്ങനെ ഏത് സോപ്പ് വേണമെന്ന് നോക്കി കറക്കി കുത്തിയൊക്കെ കുറേ നേരമൊക്കെ എടുത്ത് ലാസ്റ്റ് നമ്മളെടുത്ത സോപ്പാണ് ബേബി സോപ്പ്. അപ്പം നിങ്ങൾ വിചാരിച്ചു ഇത് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തത്, പക്ഷേ അല്ല, ഞങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി എടുത്തതാണ് ഹിമാലയയുടെ ബേബി സോപ്പ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ബില്ലടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മുടെ ചോട്ടാസിന് രണ്ടുപേർക്ക് മുട്ടായിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഇത്തിത്താന്ന് ചോദിച്ചിട്ട് കാര്യമായിട്ട് ആഹി ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇത്തിത്ത ഞാനെങ്കിലും തരും എന്നെ മുട്ടായി എന്ന് പറഞ്ഞാൽ മാറ്റി പിടിച്ച് ലാസ്റ്റ് ഒരു ടിക്സ് കൊടുത്ത് ആഹി ഓക്കെ ആക്കി നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ നല്ല ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. 11 മണിയൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്കിനും നല്ലൊരു സമയമായി. അങ്ങനെ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ കാറിലോട്ട് കയറ്റി നമ്മളിവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോഴാണ് ബിസ്മി പറഞ്ഞ് എനിക്ക് വിശക്കുന്നത്, നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോയാലോ. അപ്പോൾ മുന്നിലോട്ട് പറഞ്ഞു എന്നാൽ പിന്നെ വാ നമുക്ക് കഴിച്ചും പോവാം എന്നും പറഞ്ഞു. നമ്മൾ സ്ഥിരം പോകുന്നിടത്ത് വല്ലതും പോകാമെന്നായിരുന്നു പ്ലാൻ. അപ്പോഴാണ് ഏട്ടൻ പറഞ്ഞ് ഞാൻ റീൽസ് ഒരു കട കണ്ടിരുന്നു, നമുക്ക് അവിടെ തന്നെയെന്ന് പോകണം എന്നും പറഞ്ഞ് റീൽസ് കണ്ടെത്തി. അത് കഴിഞ്ഞ് അതിൽ ലൊക്കേഷൻ നോക്കി, ലൊക്കേഷൻ കണ്ടെത്തി കുറേ ചുറ്റിക്കറങ്ങി ലാസ്റ്റ് നമ്മളവിടെ ലൊക്കേഷൻ എത്തിച്ചേർന്നു. കഴിക്കാനുള്ള പോക്കായതുകൊണ്ട് തന്നെ ഞാൻ ആഹിയെ കാറി വെച്ചേ ഉറക്കി, എങ്കിലേ നല്ല രീതിയിൽ ഫുഡാൻ പറ്റുള്ളൂ. ഇത് മെയിനായിട്ട് ജെൻസിനുള്ള സ്ഥലമാണ്, പക്ഷേ ഇവിടെ ഫാമിലിക്ക് സെപ്പറേറ്റ് സ്ഥലമുണ്ട്. അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. അവിടെ ബേബീസിന് ഇരിക്കാൻ ചെയറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മൾ വീഡിയോയിൽ ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് നമ്മൾ പോയത്. ഫാമിലിക്ക് ഇവിടെ പറ്റുന്ന റെസ്റ്റോറൻ്റ് ആണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് പോയത്. ആദ്യം ഓർഡർ ചെയ്ത് ബീഫിൻ്റെ ബ്രെയിൻ ആയിരുന്നു. ഞാനും ബിസ്മിയും കഴിച്ചില്ല, ഏട്ടന്മാർ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. പിന്നീട് ചെറിയുള്ളി കോഴി ചേച്ചി കട്ട് ചെയ്തൊക്കെ തന്നു. അതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പം, പൊറോട്ട, അതൊക്കെ നമ്മൾ കഴിച്ചു. ബില്ലൊക്കെ അടിച്ചിറങ്ങാൻ തുടങ്ങിയ മക്കളെ പോവല്ലേ, മധുരം കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞാൽ ചേച്ചി ഒരു ഡെസേർട്ടൊക്കെ കൊണ്ടു തന്നു. ലാസ്റ്റ് അതും കഴിച്ച് നേരെ ഇനി വീട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്ത വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.